Hello and welcome to Learn and Share with George. Today we are going to discuss a new topic, Durkheim's perspective on religion. In our last video, we discussed about the basic definition of what a religion is, and in this video we will be discussing the perspective of a religion by Durkheim. He's a social thinker, we all know about him. So here in this video, we'll be specifically seeing his perspective on religion. So without much ado, let's get started. If you have not subscribed this channel yet, then please subscribe and support. Durkheim was born in 1858 into a Jewish family in France. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ജൂയിഷ് റാബി ആയിരുന്നു. ഹിസ് ഫാദർ വാസ് എ ജൂയിഷ് പ്രീസ്റ്റ്. അതുകൊണ്ട് തന്നെ അവർ ഒരു റിലീജിയസ് ഫാമിലി ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ഡെത്ത് ഓൾ ദി റെസ്പോൺസിബിലിറ്റി കെയിം ഇൻ ടു on his shoulder, and he started working and all, and slowly we are not sure how, but slowly later in his life Emile Durkheim turned into a atheist. സോ അദ്ദേഹം ഒരു നിരീശ്വരവാദി ആയി മാറി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇൻ ഹിസ് ഫ്യൂച്ചർ ലൈഫ്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹം ഒരു ജൂയിഷ് ബിലീഫൊക്കെ വിട്ട് ഒരു ഏത്തിസ്റ്റായി മാറി. ആൻഡ് ഹി ഡൈഡ് ഇൻ 1917. And because of this financial issues and all, he was not able to get a perfect study in a particular field. ഒരു particular ഫീൽഡിൽ അദ്ദേഹം നോളജ് ഗെയിൻ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ബേസിക്കലി അദ്ദേഹം പഠിച്ചത് ഫിലോസഫിയാണ്. ലേറ്റർ അദ്ദേഹം ഒരു പ്രൊഫസറായിട്ട് വർക്കും ചെയ്തു. പക്ഷേ പിന്നീട് എപ്പോഴോ അദ്ദേഹം സോഷ്യോളജി എന്ന ഫീൽഡിലേക്ക് തിരിയുകയായിരുന്നു. So because of this, since he studied many things like philosophy, economics, psychology and all, we can see that in sociology also, when we see or when we go through his theories, it has an element of other field in it. ബാക്കി അദ്ദേഹം പഠിച്ച ഫീൽഡിൽ സൈക്കോളജി ആയാലും എക്കണോമി ആയാലും അതിലെയൊക്കെ കണ്ടൻസ് അല്ലെങ്കിൽ ഡിസ്കഷൻ പോയിൻറ്റ്സ് ഒക്കെ ഈ സോഷ്യോളജിയിലും അദ്ദേഹം എൻകോപ്പറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമുക്ക് അവിടെ വിസിബിളായിട്ട് കാണാൻ സാധിക്കും. He was greatly influenced by Wilhelm Wundt's empiricism and Auguste Comte's positivism. Empiricism and positivism ആയിരുന്നു അദ്ദേഹത്തിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം സോഷ്യോളജി എന്ന ഫീൽഡിലേക്ക് വരാനും ഉള്ള ഒരു മെയിൻ റീസൺ. So actually, as an introduction, we can discuss many things about Emile Durkheim. We also learned about social facts, division of labor, etc., suicides and all. So all this you can find in my previous video which I have posted in my channel. You can go through that in Social Theories by Emile Durkheim. I'm not discussing those points again, so you can refer that video in my channel. Now when we discuss about Emile's perspective about religion, he said that religion is found in all societies, primitive, medieval and modern society. അദ്ദേഹം പറഞ്ഞത് ഏത് സൊസൈറ്റി എടുത്താലും, അതായത് പ്രാചീന കാലത്തെ ഏതെങ്കിലും ഒരു സൊസൈറ്റി എടുത്താലും അല്ലെങ്കിൽ മീഡീവൽ ടൈമിലെ ഒരു സൊസൈറ്റി എടുത്താലും, അതല്ല നമ്മുടെ ഇപ്പം കാണുന്ന സൊസൈറ്റി എടുത്താൽ, മോഡേൺ സൊസൈറ്റി എടുത്താലും, ഇവിടെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറായിരുന്നു റിലീജിയൻ എന്ന് പറയുന്നത്. സോ അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി ഫോർമേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് റിലീജിയൻ എന്ന് പറയുന്നത്. പക്ഷേ അന്ന് religion was bit more simple, but now religion is bit more complex. Society modern ആകുന്തോറും religion എന്ന് പറയുന്നത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എമൈൽ ഡർക്കൈം പറയുന്നത്. He says it's difficult to analyze religion in the complex society. കോംപ്ലെക്സ് മോഡേൺ സൊസൈറ്റിയിൽ റിലീജിയനെ ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. നമുക്കും അറിയാം അല്ലേ, ഇപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് ഇഫ് വി ആർ ഡിസ്കസിങ് ദാറ്റ് ഇൻ അവർ പ്രസൻറ്റ് സൊസൈറ്റി ഇറ്റ് വിൽ ലീഡ് ടു മെനി പ്രോബ്ലംസ്. ഇറ്റ്സ് എ ബിഗ് ഡിബേറ്റബിൾ ടോപ്പിക് ഇൻ അവർ സൊസൈറ്റി. സോ ദാറ്റ്സ് വാട്ട് ഹി മെൻഷൻഡ്. സോ ടു അനലൈസ് റിലീജിയൻ ഹി ഹാഡ് ടു ചൂസ് എ സൊസൈറ്റി. അദ്ദേഹത്തിന് ഈ റിലീജിയൻ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഒരു സൊസൈറ്റി ചൂസ് ചെയ്തേ പറ്റൂ. സോ അദ്ദേഹം ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമായ സൊസൈറ്റി, അതായത് പ്രിമിറ്റീവ് സൊസൈറ്റി തന്നെ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഹി ഡിസൈഡഡ് ടു ചൂസ് എ പ്രിമിറ്റീവ് സൊസൈറ്റി ടു സ്റ്റഡി റിലീജിയൻ. Emile Durkheim also said that religion is a unified system of belief and practices related to social thing. He also
gave us a definition for religion. So when you explain about religion in your assignment or your exam, ഇങ്ങനെ ഓരോ thinkers, it will be good if you mention the different definitions by different thinkers. It will get you more scores. So Emile Durkheim discussed or defined religion as a unified system of belief and practices related to social things. And the things are set apart and forbidden. So he's saying that it's a unified system of belief. Unified, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് പ്രാക്ടീസസ്, ഇറ്റ് ക്യാൻ ബി സം കൈൻഡ് ഓഫ് ആക്ഷൻസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ സോഷ്യൽ തിങ്. ഒരു സോഷ്യൽ തിങ്, ഒരു സാധനമുണ്ട്, അതിനെ ചുറ്റിപ്പറ്റി ആൾക്കാർ നടത്തുന്ന പൂജകൾ, വാട്ട് എവർ ഇറ്റ് ഇസ്, പ്രാക്ടീസസും ബിലീഫിനെയാണ് നമ്മൾ റിലീജിയൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. വാട്ട്സ് ദാറ്റ് കണ്ടീഷൻ? കണ്ടീഷൻ ഇസ് ദാറ്റ് ദ സോഷ്യൽ തിങ് is something that is set apart and forbidden. ആ സോഷ്യൽ തിങ് ആളുകളുടെ ഇടയിലുള്ള ഒരു സാധനമല്ല, അതെപ്പോഴും മാറ്റി നിർത്തി നമ്മൾ സാധാരണ ആൾക്കാർക്ക് ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചേർച്ച്. ആ ചേർച്ചിനകത്തിലൊരു ഒരു ത്രോണോസ് കാണും, അല്ലെങ്കിൽ ഒരു ടെമ്പിളിനകത്തിൽ there will be a certain area where other people are not allowed. Similarly in mosque there will be a certain sacred place where other people are not allowed. So അങ്ങനെ മാറ്റി നിർത്തുന്ന forbidden ആയിട്ടുള്ള ഒരു social thing ആയിരിക്കും. He also said that society can be sacred or profane. So based on this we can say that a society is either sacred, divine, അല്ലെങ്കിൽ വിശുദ്ധിയുള്ള ഒരു സാധനമാണെന്നും പറയാം. അതല്ലാത്ത സെക്ഷൻ ഓഫ് സൊസൈറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ്സ് എ പ്രൊഫെയിൻ, അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലാത്ത ഒരു സെക്ഷനാണെന്ന് പറയാം. അങ്ങനെ ഡിഫറൻസ് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഓക്കെ, ആ സൊസൈറ്റിയിൽ വിശുദ്ധി ഇല്ല, അല്ലെങ്കിൽ നീ നിൽക്കുന്നത് വിശുദ്ധി ഇല്ലാത്ത സ്ഥലത്താണ്, പ്ലീസ് കം ടു ദ ചേർച്ച്, അല്ലെങ്കിൽ പ്ലീസ് കം ടു ദ ടെമ്പിൾ, അല്ലെങ്കിൽ യു ക്യാൻ കം ടു മോസ്ക് ആൻഡ് ദെയർ യു വിൽ ഗെറ്റ് ദി സേക്രഡ്നെസ്, അല്ലെങ്കിൽ ഡിവിനിറ്റി അവിടുന്ന് കിട്ടുമെന്ന് നമുക്കൊരാളെ പറയാം. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ദാറ്റ് ക്രിയേറ്റഡ്. And in general we can say that science is a modern religion. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞതല്ല, എമൈൽ ഡർക്കൈം ഡിഫൈൻ ചെയ്തത് റിലീജിയൻ അങ്ങനെയാണ്. ദാറ്റ് സയൻസ് ആണ് ഒരു മോഡേൺ റിലീജിയൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്തു. സോ earlier we said that he decided to choose a primitive society to study religion. So he found a society in Australia. There were a group of people, a tribal people. They were not even discovered by ബ്രിട്ടീഷുകാർ പോലും ഡിസ്കവർ ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു. അവിടുത്തെ ആൾക്കാരെല്ലാം ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. അവരൊരു ചെറിയൊരു ഐലൻഡിൽ താമസിക്കുന്ന ട്രൈബൽ ആൾക്കാരായിരുന്നു. സോ ഡർക്കൈം വാസ് അട്രാക്റ്റഡ് ടു എ ട്രൈബ് ഓവർ ദെയർ. അവിടുത്തെ ഒരു പെർട്ടിക്കുലർ ട്രൈബിനോട് അദ്ദേഹത്തിന് ഒരു അട്രാക്ഷൻ തോന്നി. അങ്ങനെ അവിടുത്തെ ഹി ഡിസൈഡഡ് ടു സ്റ്റഡി റിലീജിയൻ ബേസ്ഡ് ഓൺ ദാറ്റ് ട്രൈബ്. ആ ട്രൈബിൻ്റെ പേരാണ് അറുണ്ട ട്രൈബ് ഓഫ് സെൻട്രൽ ഓസ്ട്രേലിയ. അറുണ്ട ട്രൈബ് ഓഫ് സെൻട്രൽ ഓസ്ട്രേലിയ. അവിടെ ചെന്നിട്ട് എമൈൽ ഡർക്കൈം അവരുടെ എത്നോഗ്രാഫിക്സ് മീൻസ് അവരുടെ സ്ഥലം, അവരുടെ ലൊക്കേഷൻ, അവരുടെ വീടുകൾ എങ്ങനെയാണ് പണിഞ്ഞിരിക്കുന്നത്, അവരുടെ വസ്ത്രങ്ങൾ എങ്ങനെയാണ്, അവരുടെ സ്ഥലങ്ങൾ, ലാൻഡ്, അതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയാണ്. സോ ഈ വക കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ റിലീജിയസ് കാര്യങ്ങളും പഠിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കുറേ ഫൈൻഡിങ്സ് നടത്താൻ സാധിച്ചു. ദീസ് പീപ്പിൾ കൺസിഡേർഡ് ദെംസെൽവ്സ് ടു ബി റിലേറ്റഡ് ടു ദ സ്പിരിറ്റ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ കുഡ് ബി റെക്കഗ്നൈസ്ഡ് ബൈ ദാറ്റ് കണക്ഷൻ. അവർക്കൊക്കെ അവിടുന്ന് അദ്ദേഹം മനസ്സിലായെന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അവരെ കണക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മരത്തിനോടോ അല്ലെങ്കിൽ ഒരു ആനിമൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സോഷ്യൽ തിങ്ങിനോടായിരിക്കും അവരെ കണക്റ്റ് ചെയ്യുന്നത്, സ്പിരിച്വലി കണക്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അതിനെയായിരിക്കും അവർ വേർഷിപ്പ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. So he found out that primates were wanderers. Once in a while they meet each other, they gave them ecstasy. So ഒരു ബേസിക് കൺക്ലൂഷൻ എമൈൽ ഡർക്കൈം പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രിമേറ്റ്സ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് സൊസൈറ്റിയിലെ ആൾക്കാർ മോസ്റ്റ്ലി വാണ്ടറേഴ്സ് ആയിരുന്നു. അവരൊരു സ്ഥലത്ത് മാത്രമായിട്ടായിരുന്നില്ല താമസിക്കുന്നത്. ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അവിടെ കുറച്ചാൾ കഴിയുമ്പോൾ അവരവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ പോകുന്നു. സോ ബേസിക്കലി ദേ വർ ജസ്റ്റ് വാണ്ടറിങ് ഹിയർ ആൻഡ് ദെയർ. അപ്പം വെൻ ദേ കം ഇൻ കോൺടാക്ട്, അങ്ങനെ ഒരു ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പിനെ കാണുമ്പോഴാണ് അവർക്ക് അവിടെ ഒരു കൈൻഡ് ഓഫ് എക്സ്റ്റസി ഓർ ദേ ഫെൽറ്റ് ലൈക്ക് കൈൻഡ് ഓഫ് മാജിക് ഇൻ ബിറ്റ്വീൻ ദെം. So that's why they decided like they should meet sometimes in a common place. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് അവർക്ക് വന്നപ്പോൾ they decided
നമുക്ക് ഓക്കെ വൺസ് ഇൻ എ വൈൽ നമുക്കിങ്ങനെ ഒരു കോമൺ പ്ലേസിൽ കൂടണം. ആ കോമൺ പ്ലേസ് എന്ന് പറയുന്നത് അവരെന്താക്കി, ഒരു മരം, ഒരു പെർട്ടിക്കുലർ വലിയ മരം കാണും, അല്ലെങ്കിൽ ഒരു വലിയ പുഴ കാണും, അല്ലെങ്കിൽ ഒരു പോണ്ട് കാണും. സോ ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും നമുക്ക് ഒരുമിച്ച് ഇടയ്ക്കൊക്കെ ഒത്തുകൂടണം. അവിടെ they started making a group over there. They started doing dances over there. സോ അങ്ങനെ അവരൊരു സോഷ്യൽ തിങ്, അല്ലെങ്കിൽ ഒരു മരം, പുഴ, അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അവർ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രൂപ്പ് ഫോർമേഷൻ വന്നപ്പോൾ അവർ ആ മരത്തിനെ തന്നെ ഒരു ഡിവൈൻ സാധനമായിട്ട് കാണാൻ തുടങ്ങി. അതായത് അവരുടെ ഗ്രൂപ്പിലെ ഒരു മെയിൻ സേക്രഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ആ മരത്തിനെ അല്ലെങ്കിൽ ആ പുഴയെ കാണാൻ തുടങ്ങി. സോ ബേസിക്കലി എന്ത് സംഭവിച്ചു, അവിടെ സ്ലോലി ഒരു റിലീജിയൻ ഫോർമേഷൻ അവർ പോലും അറിയാതെ സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, അങ്ങനെ മെറ്റീരിയൽ സാധനത്തിനെ സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ടോട്ടം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ടോട്ടമിസം ഇസ് വാട്ട് വി ഡിഫൈൻ ഇറ്റ് ആസ്. materialistic representation of non-material forces, and slowly they worshipped it and hence religion was formed. അപ്പോൾ സ്ലോലി ആദ്യം അങ്ങനെ ആയിരുന്നില്ല അവർ വിശ്വസിച്ചത്, പക്ഷേ സ്ലോലി അവിടെ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങി, അവർ പാട്ട്, ഡാൻസ്. അപ്പോൾ അവർക്ക് ആ സ്ഥലത്ത് വരുമ്പോഴാണ് സന്തോഷം വരുന്നത്. ബേസിക്കലി ദ ഹാപ്പിനെസ് ഇസ് ബിക്കോസ് ഓഫ് ദ ഗ്യാദറിങ്. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിയുന്തോറും അവർ വിചാരിച്ചത് ആ മരത്തിൻ്റെ അവിടെ വരുന്നത് കൊണ്ടാണ് അവർക്ക് സന്തോഷം കിട്ടുന്നതെന്ന്. സോ ബേസിക്കലി അവരതിനെ വേർഷിപ്പ് ചെയ്യാനും ആരാധിക്കാനും ഒക്കെ തുടങ്ങി. സോ അങ്ങനെ ഒരു മെറ്റീരിയലിസ്റ്റിക് സാധനത്തിനെ സ്പിരിച്വലി കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ആ മെറ്റീരിയലിസ്റ്റിക് സാധനത്തിനെ നമ്മൾ സ്പിരിച്വലി വേർഷിപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോട്ടം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ടോട്ടമിസം എന്ന് പറയുന്നത്. സോ ആ വേർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ ട്രീ. അതൊരു നമ്മളിപ്പം അവതാർ ഫിലിമിൽ കാണില്ല, അവർ കുറേ വലിയൊരു മരത്തിന് ചുറ്റും ഇരിക്കണം. സോ അങ്ങനെ ഒരു ട്രീ റെപ്രസെൻറ്റേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആനിമൽ ആകാം, ഏതെങ്കിലും ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു ആനിമൽ അവിടെ നിർത്തിക്കൊണ്ട് അവർ അതിനെ പൂജിക്കാറോ ആവാം. സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആ ഒരു ഡെഫിനിഷനിൽ വരാം. നെക്സ്റ്റ് വിൽ ബി സീയിങ് എ കേസ് സ്റ്റഡി. നേരത്തെ പറഞ്ഞ എമൈൽ ദർക്കൈം നടത്തിയ അറുണ്ട ട്രൈബിൽ നടത്തിയ സ്റ്റഡീനെ നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. So Aboriginal society was divided in number of clans. So avarthe Arunta tribe they were divided in number of clans. Clan means a group of people, different groups ഉണ്ടായിരുന്നു അവരുടെ ട്രൈബിൽ തന്നെ. അതിൽ ഓരോ ക്ലാനിനും അവരുടേതായ ഒരു ടോട്ടം ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വേർഷിപ്പ് ചെയ്യുന്ന ഒരു തടി കൊണ്ടുണ്ടാക്കിയതോ എന്തെങ്കിലും ഒരു രൂപം പോലെ ഉണ്ടായിരുന്നു. സോ ഈച്ച് ടോട്ടം ലുക്ക്ഡ് ഡിഫറെൻറ്റ്, and that totem actually symbolized their group. അവരെ ടോട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരേത് ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. സോ ആ ഗ്രൂപ്പിലെ ഒരു ലീഡർ കാണും. സോ ആ ഗ്രൂപ്പ് ഭയങ്കര സ്ട്രക്ചറലായിട്ടുള്ള ഒരു വർക്കിംഗ് ആയിരിക്കും. അവരെ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെല്ലാവരും ഒരുമിച്ച് വരും, മറ്റവർക്കെതിരെ ഫൈറ്റ് ചെയ്യും. അവരുടെ ഗ്രൂപ്പിലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെതിരെ റിവെഞ്ചിന് പോകും. അതുപോലെ ഗ്രൂപ്പിനകത്തുനിന്ന് തന്നെ മാരേജ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ദേ ഹാവ് ടു മാരി ഫ്രോം സം അതർ ക്ലാൻ. സോ അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ കൊണ്ടുവന്നു. ഈച്ച് ക്ലാൻ ഹാഡ് എ ടോട്ടം, ടിപ്പിക്കലി ആൻ ആനിമൽ ഓർ എ പ്ലാന്റ്, വിച്ച് വാസ് റെപ്രസെൻറ്റഡ് ബൈ ഡ്രോയിങ്സ് ഓർ കാർവിംഗ് മെയ്ഡ് ഓൺ വുഡ്, typically linked to a creational myth that explained the origin of the clan and linked current members into the history. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ്. സോ ആ ക്ലാൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ടോട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതേത് ക്ലാൻ്റെ ടോട്ടമാണെന്നും അവരുടെ ഒറിജിൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ആ ടോട്ടമിൽ തന്നെ ഡിഫൈൻഡ് ആണ്. To clan members, the totem was a sacred object, nothing less than the outward and visible form of the totemic principle or god. Their animal or plant was sacred and the totemic representation just as sacred. ആ ടോട്ടം അവരുടെ ക്ലാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ ടോട്ടം എന്ന് പറയുന്ന ആ മെറ്റീരിയലിസ്റ്റിക് സാധനം അവർക്ക് ഭയങ്കര പവിത്രം അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അവരതിനെ വേർഷിപ്പ് ചെയ്തു, ദൈവത്തിന് തുല്യമായിട്ടാണ് കാണുന്നത്. Durkheim's big idea is that worshipping the totem, clan members are actually worshipping society, and thus individuals are reminded that society is more important than the individual. അപ്പോൾ ബേസിക്കലി ആ ഒരു കൾച്ചറിൽ നിന്ന് എമൈൽ ദർക്കൈം ഡിഫൈൻ ചെയ്തെടുത്തത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് എ റിമൈൻഡ്
റിമൈൻഡർ, ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ത്, ദാറ്റ് സൊസൈറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, മറിച്ച് സൊസൈറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ റിലീജിയൻ എന്ന് പറയുന്നത് ഇസ് ഒരു ബേസിസ്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫങ്ഷണലിസ്റ്റ് തിയറിയെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും എന്നും അദ്ദേഹം പ്രൂവ് ചെയ്തെടുത്തു. കാരണം ഫങ്ഷണലിസ്റ്റ് തിയറിയിൽ പറയുന്നതും അതുതന്നെയാണ്, ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ ഡിപ്പെൻഡൻ്റ് ഓൺ സൊസൈറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഫങ്ഷണലിസ്റ്റ് തിയറിയിൽ പറയുന്നത്. സോ റിലീജിയൻ്റെ ബേസ് എന്ന് പറയുന്നതും ഈ ഫങ്ഷണലിസ്റ്റ് തിയറിയാണെന്ന് അദ്ദേഹം ഡിറൈവ് ചെയ്തെടുത്തു. And all these findings on religion was made into a book called The Elementary Forms of Religious Life, and it was published in 1912. Initially it was published in French, later വേറെ ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. So that's it. Thank you for watching. If you have any doubts, please mention in the comment. And if you like this video, please like, share and subscribe and share it with your friends.